ഹലോ, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്, കുഴപ്പമില്ല. പെണ്ണ് അവിടെ ഉണ്ട്. അവൾ ഡ്രസ്സുകളൊക്കെ വലിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവളൊരു ജോലിയാണത്. ഇവിടെ ഡ്രസ്സുകളൊക്കെ വലിച്ച് പുറത്തേക്കിടുക, അതാണ് മെയിൻ പണി. ഇനിയത് ഞാൻ എടുത്ത് വയ്ക്കും, കുറച്ച് കഴിഞ്ഞ് അവൾ കണ്ടാൽ വീണ്ടും വലിച്ച് പുറത്തേക്കിടും. എനിക്ക് കുറച്ചായിട്ടേ നല്ല മറവി ഉള്ളൊരു ഇതുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും തീരെ ഓർമ്മ ഉണ്ടാവാറില്ല. എനിക്ക് തോന്നി ഞാനൊരു ടെക്നിക്ക് ചെയ്തു. ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്നോട് ഞാൻ പലരോടും പറയുന്നതാണ് കേട്ടോ. മറന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, എന്നാൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചൂടെ, അപ്പോൾ മറക്കില്ലല്ലോ എന്ന് ഞാൻ അങ്ങോട്ട് പറയാറുള്ളതാണ്. ഇവരോട് ഞാനും ചെയ്യാറില്ല കേട്ടോ, ഞാൻ മറ്റുള്ളവരോട് പറയാറുണ്ട്. പക്ഷെ ഞാനത് ചെയ്തു. പിന്നെ എനിക്ക് അത് കാരണം കൊണ്ട് ഓർമ്മയുണ്ട് കേട്ടോ. പേപ്പർ അത്ര നല്ല ഭംഗിയൊന്നുമില്ല, എന്നാലും കുറച്ച് കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഭംഗി വേണമെന്നൊന്നുമില്ല, എന്നാലും നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഡേറ്റും പിന്നെ എന്താണ് സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. കുറേ അധികം സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അത് ചിലപ്പോൾ മറന്നു പോകും. ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ ഇല്ല, അവൾ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട്, പണ്ടൊന്നും മുന്നിൽ നിന്ന് ഇത്രയും കുഴപ്പമുണ്ടാകുന്നില്ല. ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഓർത്ത് വയ്ക്കണം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ചീത്ത കേൾക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ച് തുടങ്ങിയിട്ടാണ്. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് എടുത്ത് നോക്കും. ആദ്യമൊന്നും എടുത്ത് നോക്കില്ല, ആദ്യം പിന്നെ വീണ്ടും മറന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് എടുത്ത് നോക്കും. അത് അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് ആ ഡേറ്റും സംഭവങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ബുക്കുകൾ, ചിലപ്പോൾ നല്ല ബുക്കുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലേ ഓൺലൈനായിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയാലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് തന്നെ, ഞാനിത് വെറുതെ ഉണ്ടാക്കിയതാണ്, അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങിച്ചിട്ട് എഴുതാം. ഇതിപ്പോൾ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും. ഡേറ്റൊക്കെ എഴുതി അവർക്ക് എക്സാമിൻ്റെ ഒക്കെ എഴുതാനൊക്കെ എഴുതി വയ്ക്കുന്നതായിരിക്കും. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഒരു ശീലം നല്ലതാണ്. എനിക്കങ്ങനെ മുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ശീലങ്ങളൊന്നും. ഇപ്പോൾ തുടങ്ങിയ ശീലങ്ങളാണ് അതൊക്കെ നല്ലതാണ്. അതുപോലെ ഒരു ഡയറി എടുത്ത് അതിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നതൊക്കെ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ മറവി രോഗം ഉള്ളവർക്ക് നല്ലതാണ്. അത്രമാത്രം എനിക്ക് മറവി രോഗം നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. എഴുതി വയ്ക്കുന്നതുകൊണ്ടായിരിക്കാം ഓർത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കാം, നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. ഇന്ന് രാവിലെ നല്ല മഴയുള്ള ദിവസമാണ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ മോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മൾ പ്രസവം കഴിഞ്ഞൊരു 2 മാസം വരെ നമുക്ക് കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. ഈ 2 മാസം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എനിക്ക് ആദ്യമായിട്ടൊക്കെ പല അനുഭവങ്ങളും ഉണ്ടായി. ഫസ്റ്റ് മോനുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ നമുക്ക് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും, അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് മോളുണ്ടായതിന് ശേഷം ഛർദ്ദിക്കുന്നൊരു ഗ്യാസ് കയറിയിട്ട് അത് നേരവണ്ണം ചിലപ്പോൾ പോവാതെ ഛർദ്ദിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഛർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂക്കിൽ കൂടെയൊക്കെ ഛർദ്ദിക്കും മൂക്കിൽ കൂടെയൊക്കെ പോവും. ഭയങ്കര പേടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് 2-3 തവണ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തട്ടിക്കൊടുക്കും, നല്ലപോലെ തട്ടിക്കൊടുക്കും. എന്നാലും ചിലപ്പോൾ ഛർദ്ദിയൊക്കെ ഉണ്ടാവാറുണ്ട് മൂക്കിൽ കൂടെ. അല്ലാതെ വെറുതെ ഛർദ്ദിത്തുമ്പോൾ നമുക്ക് പേടിയാണ്. കെടുത്തി ചിലപ്പോൾ തേട്ടിയിട്ടുണ്ടാവും, എന്നാലും ചെറിയ രീതിയിൽ ഛർദ്ദി ഉണ്ടാവും. ഗ്യാസ് ഉണ്ടായിരിക്കുമല്ലോ, പാല് മാത്രമല്ലേ കുടിക്കുന്നത്, ഗ്യാസ് ഉണ്ടാവും. പിന്നെ വീണ്ടും ചിലപ്പോൾ ഉറക്കത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഛർദ്ദിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായി. മൂക്കിൽ കൂടെ ഒക്കെ ഛർദ്ദിക്കുക എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. വീഡിയോയിലൊക്കെ മുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പേടിച്ചു പോയി. മോനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ, മൂക്കിൽ കൂടെ ഒക്കെ ഛർദ്ദിക്കുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് അന്ന് തന്നെ മോനെ മാത്രം നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മോളും കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് ശ്രദ്ധ കുറവുണ്ടല്ല, പക്ഷെ എന്തോ ചിലപ്പോൾ അമ്മമാർക്കും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കും വരും എന്ന് കേട്ടിട്ടുണ്ട്, പാൽ കുടിക്കുന്നതുകൊണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം, അറിഞ്ഞുകൂടാ. ഇതിൽ ഉറങ്ങാൻ പോലും പറ്റില്ല. ഉറങ്ങുമ്പോൾ ആ ഒരു ടെൻഷനാണ്, ഛർദ്ദിക്കുമെന്നും വിചാരിച്ച് ഉറങ്ങൂല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉറങ്ങാൻ പറ്റാറില്ല, കാരണം ഇവൾക്ക് ഉറക്കമില്ലാത്ത കുട്ടിയാണ് ഇവൾ രാത്രി ഉറങ്ങില്ല, പകലും ഉറങ്ങില്ല, അങ്ങനെയാണ്. ഇപ്പോഴും മോശമൊന്നുമില്ല കേട്ടോ. ചില ദിവസം അപൂർവം, ചില ദിവസം ഉറങ്ങും, അത്ര മാത്രമേ ഉള്ളൂ. പകലും ഉറങ്ങില്ല, രാത്രി ഉറങ്ങില്ല. അങ്ങനെയാകുമ്പോൾ പകൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, രാത്രിയാകുമ്പോൾ ഉറക്കില്ല.
അപ്പോൾ കൊണ്ട് നടക്കുക തന്നെ. പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ഉറങ്ങും. ചിലപ്പോൾ കൊണ്ട് നടക്കുമ്പോൾ ഉറങ്ങില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ കൊണ്ട് നടക്കുന്നത്, എടുത്തുകൊണ്ട് നടക്കുക. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാനും ഉറങ്ങിപ്പോവും, അത്രയും ഉറക്കക്കുറവ് കൊണ്ട്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ തട്ടുമ്പോഴായിരിക്കും ബോധം വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, നടന്നിട്ട് ഉറങ്ങുന്ന അവസ്ഥ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിട്ടുണ്ടോ അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ആദ്യത്തെ സംഭവമാണ് കേട്ടോ, ഫസ്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള അനുഭവമാണ്. മറ്റേത് മോനെ സംബന്ധിച്ച് അവൻ കുറച്ചൊക്കെ സമയം കഴിഞ്ഞാലും ഉറങ്ങും, കൃത്യമായിട്ട് മൊത്തത്തിലാണ് ഉറങ്ങുന്നത്. അതല്ല കുറേ സമയം ഉറങ്ങൂല്ല എന്ന് മാത്രമല്ല, ഉറങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് എഴുന്നേൽക്കുക, അങ്ങനെയായിരുന്നു. ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവൾ ഉറങ്ങില്ല, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ എന്നാലും കുഴപ്പമില്ല, നല്ല അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ട്. ആൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കും. എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അവൾക്ക് ഉറക്കം വേണ്ടി, പക്ഷെ ഉറങ്ങണില്ല. 2-3 പ്രാവശ്യം ഞാൻ ഉറക്കാൻ നോക്കി, ഉറക്കം വരുന്നിട്ട് അവൾ ഉറങ്ങില്ല. അതാണ് ഈ പെണ്ണ്. എന്നിട്ടിങ്ങനെ വാശി പിടിക്കും. പുറത്തേക്ക് കൊണ്ടുപോകാനാണ്, പുറത്ത് കൊണ്ട് നടക്കാനാണ് അവളിങ്ങനെ കരയുന്നത്, വാശി പിടിക്കുന്നത്. ഇനി പുറത്ത് കൊണ്ടുപോയി സമാധാനമാവും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല അല്ലേ? പുറത്ത് പോകണോ കുട്ടിക്ക്? പുറത്തേക്ക് പോവാ വരുന്നു ഓടിയിട്ട്. ആ പുറത്ത് പോവാ, ഓടി വരും. പോണോ? കൊണ്ടുമില്ല പോണോ? ഓ ദേഷ്യം.